നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൻ്റെ ആഘോഷം മക്കയിൽ ഉണ്ടായിരുന്നു എന്ന് ഇമാം മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് അൽ ഖവാരിസിമി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബ് ഇസാറത്തു തർഗീബി വ തശ്വീഖ് ഇലാ താരിഖ് അൽ മസാജിദ് സലാസി വൽ ബൈത്ത് അൽ അതീഖ് എന്ന കിതാബിൽ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഞാൻ വായിച്ച അർത്ഥം ഒക്കെ ശ്രദ്ധിക്കണേ. മക്കയിലുണ്ടായ ആഘോഷങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അൽ മൗസിമു സാനി, രണ്ടാമത്തെ ആഘോഷം, വഹുവ സാനി അശറ മിൻ ഷഹർ റബീഉൽ അവ്വലി വഹുവ യൗമു മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റബീഉൽ അവ്വൽ മാസം 12-ാം തീയതി, അതെ, അന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത്, ആ ദിവസത്തിൽ. എന്നിട്ട് പറയുകയാണ് ഫഫി ലൈലത്തുൽ ഹാദി അശറ മിൻ ഷഹർ റബീഉൽ അവ്വലി. റബീഉൽ അവ്വൽ മാസം 11-ന്റെ രാത്രിയിൽ അന്നാണ് പരിപാടി ആരംഭിക്കുന്നത്. റബീഉൽ അവ്വൽ മാസം 11-ന്റെ രാത്രിയിൽ അന്ന് എന്താണ് അന്ന് ഉണ്ടായ പരിപാടി? തജ്തമിഉ ഖൽഖൻ കസീറ മിന റിജാലി വന്നിസാഇ വസ്ബിയാനി ഫീ മൗലിദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയസൂറൂനഹു. അന്ന് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഒരുമിച്ച് കൂടി എവിടെ? ഫീ മൗലിദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ ഹബീബ് ജനിച്ച ആ വീട്ടിൽ, മുത്തുനബി ജനിച്ച വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് കൂടി വയസൂറൂനഹു, അവരെ സിയാറത്തും ചെയ്യുന്നു. പോരാ, വഫീ ലൈലത്ത് സാനി അശറ, റബീഉൽ അവ്വൽ മാസം 12-ന്റെ രാത്രിയിൽ നിന്നുണ്ടായ പരിപാടി എന്താണ്? أيضا يحضرون في مولده صلى الله عليه وسلم خلقا كثيرا من العلماء والفقهاء والقضاة. കണ്ട, ജനങ്ങളെ ആ മുത്തുനബിയുടെ ജനിച്ച വീട്ടിൽ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടും. അതിൽ ആരൊക്കെ ഉണ്ട്? പണ്ഡിതന്മാരുണ്ട്, അൽ മിനൽ ഉലമായി, പണ്ഡിതന്മാരുണ്ട്, വൽ ഫുഖഹായി, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുണ്ട്, വൽ ഖുലാത്തി, ഖാദിമാരുണ്ട്, വൽ മുഅദ്ദിനീന, മക്കയിലും മദീനയിലും ബാങ്ക് കൊടുത്ത ആളുകളുണ്ട്, വൽ മുജാവിരീന, ഗസ്റ്റുകളായി വന്ന ആളുകളുണ്ട്. മാത്രമല്ല വൽ ഖത്തീബി, ഖത്തീബന്മാരുണ്ട്, വ ജമീഅ ഖൽഖി മിന ദിജാലി വ നിസായി വ സിഗാരി വ കിബാരി. കണ്ട, പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും എല്ലാ ആളുകളും അതിൽ ഒരുമിച്ച് കൂടി. മിനൽ മക്കിയീന വൈരിഹി, മക്കാരും മക്കയിൽ അല്ലാത്ത ആളുകളും എല്ലാവരും ഒരുമിച്ച് കൂടി. യഅ്തൂന മഅഹും ബിശ്ശുമൂഇ വൽ ഖനാദീൽ വൽ ഫവാനിസി, വ്യത്യസ്തങ്ങളായ പ്രകാശങ്ങൾ കൊണ്ടാണ് അവർ വന്നിട്ടുള്ളത്. വ്യത്യസ്തങ്ങളായ വിളക്കുകളെ കൊണ്ട്, വ്യത്യസ്തങ്ങളായ പ്രകാശങ്ങളെ കൊണ്ടാണ് അവർ വന്നിട്ടുള്ളത്. എന്നിട്ട് പറയുകയാണ് ഇമാം ഖവാരിസിമി റളിയല്ലാഹു അൻഹു, വയഖ്തുബുൽ ഖതീബു അലൽ മിമ്പർ, മിമ്പറിന് മേലെ ഖതീബ് ഖുതുബ നടത്തി, പ്രഭാഷണം നടത്തി. വയദ്കുറു മൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാമാതിഹി, അള്ളാഹിന്റെ ഹബീബ് ജനിച്ച ആ സംഭവങ്ങളെ കുറിച്ചും മുത്തുനബിയുടെ ജന്മദിനത്തെക്കുറിച്ചും അങ്ങനെ പ്രഭാഷണം നടത്തി. സുമ്മ യുസല്ലൂന തതവ്വുഅത്തിൻ, പിന്നെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചു. സുമ്മ യഖ്റുജൂന ഫൗജൻ ഫൗജ, പിന്നെ സംഘങ്ങളായിട്ട് പുറപ്പെട്ടു പോയി. വതസദ്ദഖൂന അൽ ഫുഖറാഇ വൽ മസാകീൻ, പാവങ്ങൾക്കും സാധുക്കൾക്കും ചെയ്തു, സദഖ ചെയ്തു. വയുളൈഫൂന അൽ മആരിഫ് വൽ മുജാവിരീന വൽ ഫുഖറാഇ വൽ സാലിഹീൻ, അന്ന് വന്ന സ്വാലിഹീങ്ങളെ ആളുകൾ, പാവങ്ങൾ, മുജാവിരീന, ഗസ്റ്റുകളായി വന്ന ആളുകൾ എല്ലാവർക്കും ഇരുന്ന് ചെയ്തു കൊടുത്തു, അഥവാ ഭക്ഷണം റെഡിയാക്കി കൊടുത്തു, അവർക്ക് സൽക്കാരം നൽകിയെന്ന്. എന്നിട്ട് ഇമാം ഖവാരിസിമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഫി യൗമി സാനി അശറ, റബീഉൽ അവ്വൽ മാസം 12-ന്റെ രാവിലുണ്ടായ പരിപാടി എന്താണ്? ബാദ സ്വലാത്ത് സുബഹി, സുബഹി നിസ്കാരത്തിന് ശേഷം, യഫ്തഹൂന ബാബുൽ കഅബ, കഅബയുടെ ബാബ്, വാതിൽ തുറന്നു. വയദ്ഖുലൂന നാസു, ജനങ്ങൾ ആ വാതിലൂടെ പ്രവേശിച്ചു. വയുസല്ലൂന ഫീഹ, ആ കഅബയിൽ നിസ്കരിച്ചു. വബസ്ദഹുമൂന ഫീഹ, ആ കഅബയിൽ ഒരു തിക്കി തിരിങ്ങിക്കൊണ്ടാണ് കയറിയത്. സുമ്മ യഖ്റുജൂന ഫർഖൻ ഫർഖ, പിന്നെ അവർ സംഘങ്ങളായിട്ട് പുറപ്പെട്ടു പോയി. മിനൽ ഉലമാഇ വൽ മുജാവിരീന വൽ മശായിഖി, അത് അന്ന് വന്ന ഗസ്റ്റുകളും പണ്ഡിതന്മാരും പിന്നെ മാത്രമല്ല മുതിർന്ന ആളുകളും ഉന്നതായ ആളുകളും. യംസൂന, അവർ ചെന്നു, ഇലാ മൗലിദിഹി, മൗലിദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജനിച്ച വീട്ടിലേക്കാണ് പോയത്. ഫഹുവ അൽ മൗദിഅ അല്ലദി ഉലിദ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ ഹബീബ് ജനിച്ച ആ വീട്ടിലേക്കാണ് ആ പണ്ഡിതന്മാരും ഗസ്റ്റുകളായി വന്ന ആളുകളും എല്ലാവരും മശായിഖന്മാരെല്ലാം പോയത്. അപ്പം മക്കയിൽ അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ ഒരു ജന്മദിനത്തിൻ്റെ ആഘോഷം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായി ഇമാം ഖവാരിസിമി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു.